മനുഷ്യരായി വേഷം മാറി അന്യഗ്രഹ ജീവികൾ നമുക്കിടയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്തായാലും സാധാരണ ബുദ്ധിയിൽ മനുഷ്യന്മാർ അത് വിശ്വസിക്കില്ല. പക്ഷേ ഹാർവാർഡ് സർവകലാശാല തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തിൽ ഇത് സംബന്ധിച്ചുള്ള പരാമർശം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അശാസ്ത്രീയത എന്ന വിമർശനവും ഇതിനൊപ്പം തന്നെയുണ്ട്. ഷബാസാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഷബാസ് വരൂ. എനിക്കത് കേൾക്കുമ്പോൾ അശാസ്ത്രീയത ഉണ്ടെന്ന് ഉള്ളൊരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ ഇത് എന്താ സംഭവം? ഒരു പഠനത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഹാർവാർഡ് സർവകലാശാലയിലെ ഒരു കൂട്ടം ഗവേഷകർ പുറത്തിറക്കിയ പ്രബന്ധത്തിലാണ് ഇത് പറയുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഏകദേശം 10% മാത്രം നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. ക്രിപ്റ്റോ ടെറസ്ട്രിയൽ എന്ന് പറയുന്ന ഒരു വിചിത്ര അല്ലെങ്കിൽ നിഗൂഢ വാദത്തെ ആസ്പദമാക്കി നടത്തിയൊരു പഠനമാണ്. ഈ അന്യഗ്രഹ ജീവികൾ ആദിമകാലത്ത് മുതൽ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നും അവരൊരു ഉയർന്ന ജീവിതം നയിച്ചു വന്നവരായിരുന്നു. പിന്നീട് പ്രകൃതി ദുരന്തങ്ങളിലും പിന്നെ അതോടൊപ്പം പ്രളയത്തിലൊക്കെ പെട്ട് അവരുടെ സംസ്കാരമാകെ നശിച്ചു പോവുകയും പിന്നീട് കുറച്ച് അന്യഗ്രഹ ജീവികൾ മാത്രം അവശേഷിച്ച് വരികയും അവരിപ്പോഴും ഭൗമാന്തര മേഖലകളിലും അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങളിലും മറ്റും പല ഭാഗത്തായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ പറയുന്ന മറ്റു കാര്യങ്ങൾ, അവർ മനുഷ്യരുടെ സർക്കാരുകളിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ ഭരണ സംവിധാനങ്ങളിലൊക്കെ കയറിക്കൂടി മനുഷ്യരെ നിയന്ത്രിക്കുകയാണ്. ഇല്ലുമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെ അന്യഗ്രഹ ജീവികൾ ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര വിചിത്രമായ ഒരു വാദം അതിൽ പറയുന്നുണ്ട്. അവരങ്ങനെ നിയന്ത്രിച്ച് മനുഷ്യരെ ആകെ അവരുടെ വരുതിയിലാക്കിക്കൊണ്ട് അവരാഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഭൂമിയിൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ഉണ്ട്, UFO എന്ന് പറയുന്നത് നമ്മൾ പല ഭാഗത്തും കേൾക്കാം. അന്യഗ്രഹ ജീവികൾ വന്നു വരുന്നു, അല്ലെങ്കിൽ ആകാശത്ത് പറക്കും തളികൾ കണ്ടു, അങ്ങനെ നമ്മൾ പല വിചിത്ര വാർത്തകളൊക്കെ ഇറക്കലുണ്ട്. ആ വാർത്തകൾ അതിനെ അടിസ്ഥാനമാക്കി അവർ പറയുന്നത് ഈ വരുന്ന അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് UFOകൾ വരുന്നത് ഈ ഭൗമാന്തര മേഖലകളിലും അഗ്നിപർവ്വതങ്ങളിലും US-ലും മെക്സിക്കോയിലൊക്കെ ഉള്ള അഗ്നിപർവ്വതങ്ങളിൽ താമസിക്കുന്ന ഈ അന്യഗ്രഹ ജീവികളെ വിസിറ്റ് ചെയ്യാനെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അവരിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ഭാഗത്ത് അവരുണ്ടെന്നുള്ളതാണ്. ശരിക്കും പറയും ഈ വാദമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിചിത്രമാണ്. സിനിമകളിൽ മെൻ ഇൻ ബ്ലാക്ക് സിനിമകൾ നമ്മൾ കണ്ട പോലെ, അല്ലെങ്കിൽ മറ്റു പല നമ്മൾ കുട്ടികളെ പേടിപ്പിക്കാൻ പറയുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു പ്രബന്ധമാണ് ഹാർവാർഡ്. പക്ഷെ പൂർണ്ണമായും തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല, കാരണം പഠനങ്ങൾ നടന്നു വരികയാണ്. ഇപ്പൊ തന്നെ നാസയുടെ ക്ലിപ്പർ പേടകം വ്യാഴത്തിൽ ജീവന്റെ അംശമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോകുന്നുണ്ട്. അതോടൊപ്പം ഈ പ്രബന്ധത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇവരുടെ ഒരു താവളം എന്ന് പറയുന്നത് ചന്ദ്രനാണ് അന്യഗ്രഹ ജീവികൾ ഇപ്പോൾ താവളമാക്കിയിരിക്കുന്നത്. അവിടെ നിന്നാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നൊരു വാദം നമുക്ക് ഈ പ്രബന്ധത്തിലുണ്ട്. അതുപോലെ ഞാൻ പറയും നാസയുടെ പേടകം അടുത്ത് ഒക്ടോബറിൽ വരാനിരിക്കുന്നുണ്ട്, ക്ലിപ്പർ പേടകം. അത് ജീവന്റെ അംശങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ പഠനങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നും, പല അശാസ്ത്രീയമായ കണ്ടെത്തലുകളിലേക്ക് നയിക്കും. അതെ, പഠനങ്ങളായത് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ പഠനങ്ങൾ ചിലപ്പോൾ മറ്റു രീതിയിൽ പല നെഗറ്റീവുകളിലേക്ക് നമുക്ക് നയിക്കാം. അരുണാചലിലുണ്ടായ മലയാളി ദമ്പതികളുടെ മരണമൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ തെറ്റുകളിലേക്ക് നയിക്കാൻ ഇതാക്കും. പക്ഷേ എന്നാൽ നമ്മൾ ഈ പഠനങ്ങളെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്, കാരണം ഇപ്പൊ ഏറ്റവും അടുത്ത് വന്ന കണ്ടെത്തലുകളിൽ ഈ പച്ച കളറിൽ കാണുന്ന നമ്മൾ ജീവന്റെ അംശം അല്ലെങ്കിൽ ജീവന്റെ തൊടുപ്പുള്ള ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പച്ച കളർ അല്ലെങ്കിൽ വെള്ളം കാണുന്ന ഭാഗങ്ങൾ പച്ച ഉള്ള അതുമായി ബന്ധപ്പെടുത്തി ആ കളറുമായി ബന്ധപ്പെടുത്തിയേ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പർപ്പിൾ കളർ കണ്ടാലും അത് ജീവന്റെ അംശമുള്ള ഗ്രഹങ്ങളാണ്. മനുഷ്യന്റെ കണ്ണിൽപ്പെടാത്ത പല ഭാഗങ്ങളിലും ഈ പർപ്പിൾ കളറിലുള്ള ഗ്രഹങ്ങൾ ജീവനുമായി ഉണ്ട് എന്നുള്ള കണ്ടെത്തലുകളൊക്കെ വരുന്നുണ്ട്. ഒരു 10% നടക്കാൻ സാധ്യതയുള്ള ഒരു പഠനമാണെങ്കിലും അത് കൂടുതൽ ചർച്ചകളിലേക്കും അല്ലെങ്കിൽ വഴിത്തിരിവുകളിലേക്കൊക്കെ വരുമെന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ശാസ്ത്രലോകത്ത് ഇതിനെ തുടർന്ന് ഇനിയും പഠനങ്ങൾ ഉണ്ടാവട്ടെ. നമുക്ക് എന്തായാലും ഇതൊരു വാർത്ത തന്നെയാണ്. എന്തായാലും താങ്ക് യു ഷബാസ്, ഇതൊരു പുത്തൻ കാര്യമാണ്. ഓക്കെ, ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ 60 കൂടുതൽ വിശേഷങ്ങളിലേക്ക് എത്തും.